Hello everyone, welcome back to another video. Guys, അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ നമ്മൾ വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാൻ ഒരു വെറൈറ്റി ആണെന്ന് എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ച വെറൈറ്റി കണ്ടാണ് നമ്മൾ നഗരവീതികളിലൂടെ തെന്നിത്തിരിയാൻ പോവാണ്. എൻ്റെ കൂടെ ഹാമിയുണ്ട്. ഹാമിയാണ് എൻ്റെ സാരഥി, പിന്നെ ഇതിനുണ്ടാവും, അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും നഗരവീതികളിലൂടെ ഇറങ്ങാൻ പോവാണ്. ഈ വാലന്റൈൻസ് ഡേ നമ്മൾ സിംഗിൾസിന് വേണ്ടി ഞാൻ ഇറങ്ങുന്നു. ഞങ്ങൾ പൊരുതുന്നില്ല, ഞാൻ ഇറങ്ങുന്നു. ഞങ്ങൾ ഇറങ്ങുന്നു, സിംഗിൾസിന് വേണ്ടി നമ്മൾ ഇറങ്ങുന്നു. ഇത് എന്താണ് ഏതാണെന്ന് അറിയാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പം നമുക്ക് ഇറങ്ങാം, ഹാമി ഇറങ്ങാം. നേരെ നഗരവീതി, കൊച്ചിയിലെ നഗരവീതികൾ നമ്മൾ ഇറങ്ങുന്നു. ഗൈസ്, സീരിയസ്ലി പറഞ്ഞാൽ ഞാൻ ഹാമി നടക്കാണ്ട് കുറെ 1.5 മണിക്കൂറായി. ബ്ലോക്കുമാണ്, അതിൻ്റെയൊക്കെ ആരെയും കാണുന്നില്ല. 1-2 പേരെ കണ്ട്, പക്ഷേ അവരെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അവരെനിക്കൊന്ന് കാമുകന്മാരെ കാണാൻ വേണ്ടി ഊബർ കാത്തുനിന്ന് നിന്നാന്ന് തോന്നുന്നത്. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് ഭാഗ്യമില്ലാണ്ടാണ് കരുതിയിട്ട് കേട്ടിട്ടുണ്ട്. അഞ്ജനെയും നിതിനെയും കൂടെ തൂക്കിയിട്ടുണ്ട്. നമ്മളിനി വീണ്ടും നഗരവീതികളുടെ തെണ്ടിത്തിരികയാണ്. എന്താണ് ഇത്, സിംഗിൾസൊക്കെ ഇത്രയും കുറവാണ് ഈശ്വര, എന്താ അവസ്ഥയാണ് എന്തോ. എന്തായാലും ഇല്ലെന്ന് നമുക്ക് സംശയമാണ്. ഓ, എന്തായാലും നോക്കട്ടെ. നമ്മളെന്തായാലും ഒന്നുകൂടി റൗണ്ട് അടിച്ച് തിരിച്ചൊക്കെ വരാം. എടാ ഹലോ, പേരെന്തുവാടാ? അഞ്ജന. എടാ വാലന്റൈൻസ് ഡേ അല്ലേ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിൾ ആണോ? എന്നാ ഞാനൊരു ഗിഫ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യോ? ഹാപ്പി വാലന്റൈൻസ് ഡേ. ഫസ്റ്റ് ടൈം ആണോ കിട്ടുന്നത്? ആരും തന്നില്ലെന്ന് പറഞ്ഞില്ലേ? അതാണ്, സിംഗിൾസിന് മാത്രമേ നമ്മൾ കൊടുക്കത്തില്ല. സിംഗിൾസിന് മാത്രമേ ഗിഫ്റ്റ് ഉള്ളൂ, കമ്മിറ്റഡ് നോ ഗിഫ്റ്റ്. കമ്മിറ്റഡ് ഓൺലി വാലന്റൈൻസ് വിഷസ്. സന്തോഷമായില്ലേ? അതാണ് നമ്മൾ സിംഗിൾസിന് എല്ലാവരും നമ്മൾ സന്തോഷിപ്പിക്കുന്ന പറഞ്ഞ ഒറ്റ മോട്ടിവേറ്റ് ഞാൻ ഇറങ്ങിയതാ. ഓക്കെ, അപ്പൊ ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്റെ ഫ്രണ്ട്സിനൊക്കെ കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. എനിക്ക് ആരും തരാനില്ല. ഞാൻ അതിലല്ലേ ഇറങ്ങിയത്. അതിന് ഞാൻ സിംഗിൾസിന് വേണ്ടിട്ട് ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. സന്തോഷമായില്ലേ? ഇന്നത്തെ ഡേ ഹാപ്പി ആയില്ലേ? ഇനി പട്ടിഷ കാണിക്കല ഫ്രണ്ട്സിന്റെ മുമ്പിൽ കാണിച്ചോളൂ. റോസ് അപ്പ് ഫോട്ടോ തെറ്റെടുക്കലോ, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടണം. ഓക്കെടാ, ഹാപ്പി ആയില്ലേ? അത് മതി. ഹലോ, പേരെന്താ? ജിതിന. ഏഞ്ചൽ. എടാ വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പം വാലന്റൈൻസ് ഡേ വേണ്ടി സിമ്പിൾ ഒരു കാര്യം ചോദിക്കാം. രണ്ട് വിചാ, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? കമ്മിറ്റഡ്. ഓക്കെ, അപ്പോൾ ഹാപ്പി വാലന്റൈൻസ് ഡേ, എൻജോയ് യുവർ സെൽഫ്. ഓക്കെ. അഞ്ജലി. ദേവിക. എടാ ഒരു വാലന്റൈൻസ് ഡേ സിമ്പിൾ ചോദ്യം, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? എന്താണെന്ന് പറഞ്ഞു? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. സിംഗിൾ ആയിരുന്നു എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, അതായിരുന്നു. ഓക്കെ, ബൈ. പേരെന്നോടാ? നന്ദന. പേരെന്നോടാ? ഋത. എടാ വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിൾ ആണോ? അല്ല, എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട് ഒരാൾക്ക്, ഫസ്റ്റ് ഒരാൾക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത് പ്രത്യേക കാര്യം സിംഗിൾസിന് മാത്രമല്ല, നോ കമ്മിറ്റഡ് പീപ്പിൾസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നിട്ടുണ്ട് ഇതൊരു ആരെങ്കിലും? ഫസ്റ്റ് ടൈം കിട്ടുന്നത് അതാണ്. നമ്മൾ സിംഗിൾസിന് വേണ്ടി മാത്രം ഇറങ്ങിയിരിക്കുന്നത്, സിംഗിൾസിന് മാത്രമേ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഹാപ്പി ആയില്ലേ? വാലന്റൈൻസ് ഡേ ആയിട്ട് ഇത് കിട്ടില്ലെന്നുള്ള പരാതി മാറിയില്ലേ? അതല്ലേ? ഓക്കെടാ, അപ്പം ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ, എൻജോയ്. പേരെന്താടാ? ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയ. അവിടെ വാലന്റൈൻസ് ഡേ അല്ലേ, ഒരു സിമ്പിൾ ചോദ്യം, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിൾ ആണോ? അന്നൊരു ഗിഫ്റ്റ് ഉണ്ട്, അച്ഛൻ്റെ ഗിഫ്റ്റ് കൊണ്ടുവാ അടിവെക്കണ്ണേ. ഇതുവരെ എനിക്കൊന്നും ഈ ഗിഫ്റ്റ് ആരും കിട്ടി തന്നു കാണുന്നില്ല. കൊണ്ടാ പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ. സീരിയസ്ലി? നിക്കെന്നാ സിംഗിളിന് മാത്രം? അതല്ല ഞാൻ ചോദിച്ചു, ഇതുവരെ ഈ സാധനം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പം സിംഗിൾസിന് അതാണ്, അത് നമ്മള് എന്താ പറയാ, സിംഗിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇതുപോലെ കിട്ടി കാണുന്നില്ലല്ലോ. ചില ബ്രേക്കപ്പ് ഇതുപോലെ ആരും കിട്ടി കാണുന്നില്ല. ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ആരും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സാധനം സിംഗിൾസിന് വേണ്ടി മാത്രം കൊടുക്കാന്ന് ചോദിച്ചത്. കമ്മിറ്റായിട്ടൊന്നുമില്ല. ഹാപ്പി ആയില്ലേ? ജീവിതത്തിൽ മറക്കൂല്ലേ ഈ സാധനം? ഞാനെന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വെറുതെ ഒന്ന് ചില്ലടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പൊ എന്തായാലും ഗിഫ്റ്റ് ചെയ്യപ്പോഴത്തേക്കും ഹാപ്പി ആയില്ലേ? ഇൻസ്റ്റയിലും സ്റ്റാറ്റസ് ഒക്കെ എല്ലാവരും കാണിച്ചു. അപ്പം ഹാപ്പി വാലന്റൈൻസ് ഡേ. അടുത്ത വർഷം കമ്മിറ്റഡ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. വേണ്ട, അന്ന് സിംഗിൾ ആയിട്ട് നടക്കട്ടെ, ലിവിംഗ് റിലേഷൻ സെറ്റാണ്. ഓക്കെടാ. ഹലോ. ഹായ്. ഹലോ. പേരെന്തുവാ? പ്രവീണ. ഇന്ദു. ഓക്കെ, എടാ വാലന്റൈൻസ് ഡേ അല്ലേ അല്ലേ? അപ്പൊ ഒരു സിമ്പിൾ ചോദ്യം, ഭയങ്കര സിമ്പിൾ, വെരി സിമ്പിൾ ചോദ്യമാണ്. സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? സിംഗിൾ. എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. സിംഗിൾസിന് മാത്രമുള്ള ഗിഫ്റ്റ് ആണത്. ശരിക്കും സിംഗിൾസിന് മാത്രമേ ഉള്ളൂ, ഓൺലി ഫോർ സിംഗിൾസ്. കമ്മിറ്റഡ് ആയത് ജസ്റ്റ് വിഷ് മാത്രം.
എന്നാ ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. ഓക്കെ, സന്തോഷായില്ലേ? ഓക്കെ, നേരത്തെ ടെൻഷൻ അടിച്ചില്ല. ഓക്കെടാ, താങ്ക് യു ഫോർ. സെറ്റ് ആയില്ലേ? എനിക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടോ ഇതുവരെ? അതാണ് ഞാൻ ഇറങ്ങിയത്. സന്തോഷായില്ലേ? അതാണ് ഇന്നത്തെ ഡേ സ്പെഷ്യൽ ആയില്ലേ? അത് മതി. ഓക്കെടാ, പേരെന്താ? കല്യാണി. കീർത്തന. പ്രാർത്ഥന. അങ്ങനെ കീർത്തന പറഞ്ഞത് നിങ്ങള് കസിൻസാ സിസ്റ്റേഴ്സ് ഫ്രണ്ട്സാ? ഓ, ഭയങ്കര കോയിൻസിഡൻസ്. അവിടെ വാലന്റൈൻസ് ഡേ അല്ലേ? ഒരു സിമ്പിൾ ചോദ്യം, ഈ സിംഗിൾ ആണോ? ഇല്ല, കറക്റ്റ് ഉത്തരം ഫ്രണ്ടിന്ന് വന്ന് അപ്പുറത്ത്. സിംഗിൾ അല്ല. ആണാണ് പെണ്ണാണ് അറിയാം. ആരാന്ന് സിംഗിൾ ആണ്. ഞാനും സിംഗിൾ ആണ്. ആദ്യമേ കറക്റ്റ് അല്ലല്ല, ഞാൻ ക്വസ്റ്റ്യൻ കേട്ടിട്ട് അതെന്ത് ഇത്രയാണ് സിംഗിൾ ആയത്? പ്രപ്പോസൽ ഒന്നും വന്നിട്ടില്ല? പ്രപ്പോസൽ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തേപ്പ് കിട്ടി, അതുകൊണ്ട് ഞാനിപ്പോ സിംഗിൾ ആണ്. വെരി ഗുഡ്, നല്ലതാ. അല്ലല്ലേ, എന്തൊരു സിംഗിൾ ആയത്? അങ്ങനെ ഒരാള് വന്നില്ല. അങ്ങനെ ആള് വന്നില്ല? ഐ മീൻ മനസ്സിലുള്ള ആള്. മനസ്സിലുള്ള ആളെ എങ്ങനെയാണ്? ചിലപ്പോ ഈ ബ്ലോഗ് ആരെങ്കിലും വന്നില്ല. നല്ല ആളായിരിക്കണം. ഫ്രഷ്. ഓക്കെ, എങ്ങനെയാണ്? നല്ല ആളായിരിക്കണം. പിന്നെ എന്റെ അതേ വൈബിനുള്ള ആളായിരിക്കും. ഓക്കെ, പിന്നെ കാണാൻ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എങ്ങനെ തള്ളണം. ജോബ് ഒരുപാട് വലുതൊന്നും വേണ്ട, കുറച്ച് ചെറിയ. ഓക്കെ, അപ്പം കമ്മിറ്റഡ് ആയ ആളെ ഒന്ന് സൈഡിലേക്ക് സിംഗിൾ. അയ്യോ, അസിസ്റ്റന്റ് എന്റെ ഗിഫ്റ്റ് കൊണ്ടാ. എന്റെ 2 അസിസ്റ്റന്റ് ഫ്രണ്ട്സാ, നമ്മളിപ്പോ എല്ലാവരും അറിയാം. സിംഗിൾസിന് ഹാപ്പി ആയില്ലേ? അതാണ് ഞാൻ സിംഗിൾസിന് ഇല്ല, അതൊന്നും ചെയ്യൂല. മാറാ. ഇവിടെ ഒന്നും ചെയ്യൂല, നമ്മള് പേടിക്കുന്ന ദിവസം. ഹാപ്പി ആയില്ലേ? എക്സ്പെക്ട് ചെയ്തിരുന്നു അവിടെ മുഖത്തെ എക്സ്പ്രഷൻ ഒരു എനിക്ക് ഞാൻ ഹാപ്പിയാണ്. എന്തോ ഇതുവരെ ആരും ഇങ്ങനെ തന്നിട്ടില്ല? ഇതുവരെ റിലേഷൻ ഉണ്ടായ സമയത്ത് തന്നിനി, അത് പിന്നെ എന്നെ തേച്ചല്ലോ. അതിന് അതിന് കിട്ടില്ല. അവിടെ ഫസ്റ്റ് ടൈം ലൈഫില് ഫസ്റ്റ് ടൈം അല്ലേ കിട്ടുന്നത്? ഹാപ്പി ആണല്ലോ, വാലന്റൈൻസ് ആയിട്ട് ഇങ്ങനെ സാധനം കിട്ടിയെന്നുള്ളത്. ഓക്കെ, താങ്ക് യുടാ. അപ്പൊ ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ അടുത്ത വർഷം നിങ്ങൾ കമ്മിറ്റ് ആയിരുന്നു, നല്ല ആള് വരട്ടെ എന്ന് വിചാരിച്ചു. എന്താ സംഭവം? നേരെ നിന്നാളും സിംഗിൾ ആയിരുന്നാ? എന്നിട്ട് ഇപ്പൊ മാറ്റി പറയാം കമ്മിറ്റ്. പിന്നെ ഓൺ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് അങ്ങനെ പറയാം. ഇൻട്രോവേർട്ട്, പക്ഷെ നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റി? ഇല്ല, ഒറ്റ ചാൻസ് അല്ല അല്ലേ? ഒറ്റ ചാൻസ് കൊടുത്ത പേര്, അതൊക്കെ അത്രേ ഉള്ളൂ. ഒറ്റ ചാൻസ് പേര് എടുത്തിരുന്നു. പേരെന്താ? ആൽഫിൻ. എടാ, വാലന്റൈൻസ് ഡേ അല്ലേ? അപ്പം ചെറിയൊരു ചോദ്യം, സിംഗിൾ ഓർ കമ്മിറ്റഡ്? സിംഗിൾ. കൺഗ്രാജുലേഷൻസ്. ഒരു ഗിഫ്റ്റ് ഉണ്ട്, സിംഗിൾസിന് വേണ്ടി മാത്രം ഒരു ഗിഫ്റ്റ് ഉണ്ട്. വാലന്റൈൻസ് ഡേക്ക് സിംഗിൾസിന് മാത്രം ഗിഫ്റ്റ്. ഗിഫ്റ്റ് അത് എന്തുകൊണ്ടാ സിംഗിൾ ആയതുകൊണ്ടാ? കമ്മിറ്റ്മെന്റ്സ് ഇഷ്ടമല്ല, റിലേഷൻഷിപ്പിനെ പോകുന്ന ഇഷ്ടമല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു സോ മച്ച്. നമ്മൾ സിംഗിൾസിന് വേണ്ടി മാത്രം ഇറങ്ങുന്നത്. കമ്മിറ്റഡ് പീപ്പിളിന് ഹാപ്പി വാലന്റൈൻസ് ഡേ വിഷ് മാത്രമേ ഉള്ളൂ. സന്തോഷമായോ? ഇതുവരെ ആരെങ്കിലും തന്നിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. ലൈഫിൽ ഫസ്റ്റ് ടൈമാ? ഓ, താങ്ക് യു. അതെനിക്ക് സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. ഓക്കെ, ശരി, ബൈ. ശരി, താങ്ക് യു. പേരെന്ത്? മൈക്ക് അടുപ്പിച്ചോടാ. ഹിബ. നമ്മുടെ ഹിബയാണോ? ഞങ്ങളുടെ കൂട്ടത്തിലെ ഹിബയുണ്ട്. ഓക്കെ, എടാ, വാലന്റൈൻസ് ഡേ അല്ലേ? സിമ്പിൾ ആയിട്ടൊരു ചോദ്യം, സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? അല്ല, അവിടെ മൈക്ക് കൊടുക്കുക. എവിടെ? അന്നൊരു ഗിഫ്റ്റ് ഉണ്ട്. വാങ്ങിച്ചോ, ഗിഫ്റ്റാണ്. ഹാപ്പി അല്ലേ? ഇതുവരെ തന്നിട്ടുണ്ടോ ഇതുപോലെ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, ശരി, താങ്ക് യു ഫോർ യുവർ ടൈം. ഓക്കെ, ഹാപ്പി വാലന്റൈൻസ് ഡേ ഗൈസ്. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വ്ളോഗ്? കൊള്ളാമായിരുന്നു. ഞാനൊരു പുതിയ സംഭവമായിട്ട് ചെയ്തതാണ്. കൊള്ളാമായിരുന്നു. ഒരുപാട് സിംഗിൾസ് ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ചുരുക്കമായിരുന്നു. സിംഗിൾസ് നമുക്ക് കിട്ടിയ എല്ലാവരും സിംഗിൾസ് ആയിരുന്നു. പക്ഷെ നമ്മൾ ഗിഫ്റ്റ് എന്താന്ന് പറയുന്നില്ല, പറയാത്ത കാരണമായിട്ട് പറഞ്ഞില്ല. ഇല്ല, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞായിരിക്കും സിംഗിൾ കമ്മിറ്റഡ് അല്ല സിംഗിൾ ആണെന്നുള്ളത്. അപ്പം സിംഗിൾ ആയിട്ടുള്ളത് ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ സിംഗിൾസ് ആണ്. സോ നിങ്ങൾക്ക് ഇനിയും ചാൻസുകളുണ്ട്. അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പം ഇതിന്റെ ഞാൻ മാത്രമല്ല ഇതിനകത്ത് നല്ലോണം കഷ്ടപ്പെടുത്തിരിക്കുന്നത്. എന്റെ ഹാമി മോൻ ഉണ്ടായിരുന്നു, അഞ്ജന ഉണ്ടായിരുന്നു, പിന്നെ അപ്പുറത്ത് നിതിൻ ഉണ്ടായിരുന്നു. അപ്പം നിതിനാണ് എന്റെ DOP. ഹാമി ഉണ്ടായിരുന്നു, അഞ്ജന ഉണ്ടായിരുന്നു, അത്രയും പേരുണ്ടായിരുന്നു. അപ്പൊ ഇവരും നമ്മളെല്ലാം കൂടെയുള്ള കഷ്ടപ്പാടിന്റെ ഫലമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കും വരയ്ക്കും. വണക്കം ഗൈസ്. ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ ചിലപ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഒരു ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല. ബിക്കോസ് നമ്മളിപ്പോൾ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഔട്ട്ഡോർ വരെ എടുത്ത് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ടിൻ്റെ റൂമിൽ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും 2 ആൾക്കാർ നമ്മളൊക്കെ പറഞ്ഞ് ബ്രോ വീഡിയോ പോസ്റ്റ് ചെയ്യല്ലേ, വീട്ടുകാരോട് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ടാന്ന് തോന്നി അങ്ങനെ ഒരു സംഭവം പറഞ്ഞ്. സോ അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾ കണ്ടില്ലെങ്കിൽ ക്ഷമിക്കുക. അവരുടെ പേഴ്സണൽ ചോയ്സാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ ഇഷ്ടങ്ങളാണ്. നമ്മൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് എടുത്തത്. എങ്കിലും പിന്നീട് അവർക്ക് വേണ്ട തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്തില്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സ്. നമ്മൾ അതിനകത്ത് ഇടപെടുന്ന എത്തിയില്ല. ഒരാളുടെ പേഴ്സണൽ ചോയ്സിന് നമ്മൾ മാനിക്കണം. സോറി ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുവരെ വീഡിയോ എടുക്കാൻ വരാൻ നേരത്ത് നിങ്ങൾക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ പറയാം, നമ്മൾ എടുക്കത്തില്ല. ഓക്കെ, അതൊന്ന് പറയാൻ തോന്നി, ഒന്ന് പറഞ്ഞാണ്. ഓക്കെ, ശരിയാണ്. ബാക്കിയെല്ലാം സെറ്റ് അല്ലായിരുന്നാ? ഓക്കെ, ബൈ.